എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ കുറേ ദിവസമായി, അതായത് ഹണി റോസ് ബോച്ചെ വിഷയം തുടങ്ങിയ സമയം തൊട്ടേ നമ്മുടെ രാഹുൽ ഈശ്വറാണേൽ പുരുഷ കമ്മീഷൻ രൂപീകരിക്കുന്നതിൻ്റെ തിരക്കിലാണ്. പുള്ളിക്കാരൻ അതിനായിട്ട് ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. പിന്നീട് അപ്പോൾ അതേക്കുറിച്ചിട്ട് ഇവരുടെ ഈ ഒരു പുരുഷ കമ്മീഷൻ രൂപീകരിക്കുന്നതിനെ പറ്റിയിട്ടൊക്കെ നമുക്കെല്ലാവർക്കും പരിചിതയായ ഒരു സിനിമാ താരമാണ്, സീരിയൽ സിനിമാ താരമാണ് നമ്മുടെ പ്രിയങ്ക. അപ്പോൾ പ്രിയങ്കയ്ക്ക് ഈ ഒരു സബ്ജക്റ്റിൽ എന്താണ് പറയാനുള്ളതെന്ന് വെച്ചാൽ നമുക്കതൊന്ന് കേട്ടിട്ട് വരാം. ഞങ്ങൾക്ക് എത്ര പേര് ഞങ്ങളുടെ പുറകിൽ താങ്ങാനുണ്ട്? നിങ്ങൾക്ക് ആരുമില്ല. ഗാന്ധിജി അങ്ങനെയല്ലല്ലോ പറയുക. എന്ത് ഓർത്താണ് ഈ പറയുക? ഗാന്ധിജിക്ക് ഡ്രസ്സില്ലേ? അതിന്റെ കഴിയുമ്പോഴത്തേന് നോക്കിക്കഴിഞ്ഞാൽ കേസാണല്ലോ സ്ത്രീകളെ നോക്കിക്കഴിഞ്ഞാൽ. അപ്പൊ അങ്ങനെ ഒരു പ്രതിമ കിടക്കിയാലും കുഴപ്പമൊന്നുമില്ലല്ലോ. അതാണ് ഞാൻ പറ അങ്ങനെ സ്ത്രീകൾ എന്ന് പറയുമ്പോൾ ഒരു പുരുഷന്മാർക്ക് അനുകൂലമായിട്ട് ഞാൻ പറഞ്ഞ പുരുഷന്മാർ 2, 3, 6 സെക്കൻഡ് ശംഖുമുഖത്ത് പോയി ആസ്വദിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അത് ഞാനൊരു ഇതിൽ പറഞ്ഞത് മാത്രമേ ഉള്ളൂ, അല്ലാതെ അത് വലിയൊരു നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, രാഹുലിന് ഒരുപാട് നന്നായി സംസാരിക്കാൻ അറിയാം. എനിക്ക് ഇതുപോലെയുള്ള ആധികാരികമായ കാര്യങ്ങൾ സംസാരിക്കാൻ അറിയില്ല. പരസ്യം ഒരു നിമിഷം പരസ്യം മാറിക്കോട്ടെ. അപ്പം ഡ്രസ്സിങ്ങിനെ കുറിച്ചും കാര്യങ്ങളൊക്കെ സംസാരം ഭയങ്കരമായി കോടതി ലെവലിലും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഞാൻ പറയുകയായിരുന്നു, സ്ത്രീ ഒരു ഡ്രസ്സ് ഇടുന്നതിനെ കുറിച്ച് ഞാൻ ഇപ്പോഴും വീണ്ടും പറയുകയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് കേരളത്തിൽ വന്നിറങ്ങുന്ന വിദേശ സ്ത്രീകളെല്ലാവരും ഡ്രസ്സ് കേരള സാരി എടുത്ത് പുറത്തിറക്കാനുള്ളത് നോക്കുക. കാരണം ഇങ്ങനെ ഒരു ചെറിയൊരു കാര്യം വന്നപ്പോൾ ഇത് വലിയൊരു വിവാദമാക്കി വന്നതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. അത് പോയി ശംഖുമുഖത്ത് പോയി ആസ്വദിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അത് ഞാനൊരു ഇതിൽ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ അത് വലിയൊരു അല്ല, അതാ പറയുന്നത് എത്ര മര്യാദയാണ്. ഞാൻ ചോദിക്കട്ടെ പ്രിയങ്ക, വിദേശീയ വനിതകളുടെ വസ്ത്രം എന്ന് പറയുന്നത് അവരുടെ വസ്ത്രം സാരിയല്ല, അതാദ്യം മനസ്സിലാക്കുക. അവർ ശീലിച്ചതും അവരുടെ വസ്ത്രമാണ്. ഈ ബിക്കിനിയും കൊക്കിനിയും ഒക്കെയാണ് അവരുടെ വസ്ത്രം. അവർ നമ്മുടെ ഭാരതത്തിൽ വരുമ്പോൾ അവർ സാരി ഉടുത്ത് നടക്കണം എന്ന് പറയുന്നത് എന്താണ് വിവരദോഷമെന്നേ ഞാൻ പറയത്തുള്ളൂ. മാത്രമല്ല, അതിലെടുത്ത് പറയത്തക്ക ഒരു കാര്യം എന്ന് വെച്ചാൽ, അവർ നമ്മുടെ രാജ്യത്ത് വരുന്നുണ്ടെങ്കിൽ അവർ വന്ന് ഇതൊക്കെ കണ്ട് ആസ്വദിച്ച് പോകുന്നതിൽ നമ്മുടെ ഖജനാവിൽ നല്ലതുപോലെ തുക അടയുന്നുണ്ട് കേട്ടോ. അവർ നമ്മുടെ രാജ്യത്ത് വന്ന് അവർ ആസ്വദിക്കാനാണ് വരുന്നത്. നമ്മുടെ രാജ്യത്തിൻ്റെ ഓരോ സവിശേഷതകളും പൊട്ടും പൊടിയൊക്കെ ആസ്വദിക്കാനും അതിലൊരു സന്തോഷം കണ്ടെത്താനും അവരുടെ കയ്യിൽ ഇഷ്ടംപോലെ പണമുണ്ട്. നമ്മളെ കണക്ക് ദാരിദ്ര്യവാസികളൊന്നുമല്ല. അപ്പോൾ ഈ പണം വന്നു ചേരുന്നത് നമ്മുടെ കേരളത്തിലെ സർക്കാരിൻ്റെ പോക്കറ്റിൽ തന്നെയാണ്. സർക്കാരിൻ്റെ എന്ന് പറഞ്ഞാൽ വ്യക്തിഗതമായിട്ടല്ല പറയുന്നത്, സർക്കാരിൽ തന്നെയാണ് അവരിവിടെ നിലകൊള്ളുന്നതിൻ്റെ പണമൊക്കെ അടയുന്നത്. അത് വിദേശികൾ നമ്മുടെ രാജ്യത്ത് വരുന്നതിൽ നമുക്ക് നല്ല അഭിമാനം കൂടിയാണ്. അത് നമ്മുടെ പ്രിയങ്ക മറക്കണ്ട. അതുകൊണ്ട് വിദേശ വനിതയെ സാരി ഉടുപ്പിച്ച് നടത്താനായിട്ട് നോക്കണ്ട. കേരളീയ സ്ത്രീകളെ സാരി ഉടുപ്പിച്ച് നടത്താൻ പറ്റുന്നില്ല, പിന്നെയാണ് ഇനി വിദേശ വനിതകളെ. അവർ നമ്മുടെ രാജ്യത്ത് വരുന്നതിന് നമുക്കാണ് ബെനിഫിറ്റ്, അല്ലാതെ അവർക്കല്ല കേട്ടോ. ഞാൻ പറ അങ്ങനെ സ്ത്രീകൾ എന്ന് പറയുമ്പോൾ ഒരു പുരുഷന്മാർക്ക് അനുകൂലമായിട്ട് ഞാൻ പറഞ്ഞ പുരുഷന്മാർ 2, 3, 6 സെക്കൻഡ് കഴിയുമ്പോഴത്തേന് നോക്കിക്കഴിഞ്ഞാൽ കേസാണല്ലോ സ്ത്രീകളെ നോക്കിക്കഴിഞ്ഞാൽ. അപ്പൊ അങ്ങനെ ഒരു പ്രതിമ കിടത്തിയാലും കുഴപ്പമൊന്നുമില്ലല്ലോ. ഇവിടുത്തെ കേരളത്തിൽ നടക്കുന്ന ഒരു സംഭവമല്ലേ, ശംഖുമുഖത്ത് അങ്ങനെ കിടക്കുന്നുണ്ട്. അത് ഞാൻ എന്റെ സെൻസിൽ പറഞ്ഞൊരു ഗാന്ധിജി അങ്ങനെയല്ലല്ലോ നടക്കുക. എന്ത് ഓർത്താണ് ഈ പറയുക? ഗാന്ധിജിക്ക് ഡ്രസ്സില്ലേ? ഗാന്ധിജി എന്നൊരു കാര്യം ചെയ്യാം. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ശംഖുമുഖത്തായാലും വന്ന് അവരവരുടെ സംസ്കാരമാണ്. അത് നിങ്ങൾക്ക് എന്താ മനസ്സിലാവാത്തത്? ശംഖുമുഖത്ത് വന്ന് അവരിങ്ങനെ കിടക്കുമ്പോൾ അത് കാണാനായിട്ട് പലരും പോകുന്നുണ്ടായിരിക്കും. അത് ഈ പോകുന്നവരുടെ ലൈംഗിക ദാരിദ്ര്യമാണ്. അതിന് ആ വിദേശ വനിതകൾ ഒരു തെറ്റും ചെയ്യുന്നില്ല. പക്ഷേ ഇപ്പോൾ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. അതായത് ഞാനിവിടെ തമിഴ്നാട്ടിൽ ക്ഷേത്രത്തിലൊക്കെ പോയ സമയത്ത്, മധുരമീനാക്ഷി ക്ഷേത്രത്തിലൊക്കെ പോയ സമയത്ത് വിദേശ വനിതകളെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ചിട്ട് അവർ വളരെ മാന്യമായ രീതിയിൽ വസ്ത്രമൊക്കെ ധരിച്ച് പൊട്ടൊക്കെ വച്ചിട്ട് അവിടെ ഉണ്ടായിരുന്നു, ക്ഷേത്രത്തിനുള്ളിലുണ്ടായിരുന്നു. അവർക്കവിടെ ഒരു വിലക്കും കൊടുത്തിട്ടില്ല. വിദേശ വനിതകളുണ്ടായിരുന്നു, അവരുടെ കൂടെ പുരുഷന്മാരും ഉണ്ടായിരുന്നു. എന്താണോ ഈ പറയുന്നത്? കാണാൻ രസം ഉണ്ടാവുമല്ലോ, എന്താ ചെയ്യാത്ത? ചെയ്യൂ, അങ്ങനെ ചെയ്യൂ. ആ സ്ത്രീ കിടക്കുന്ന പോലെ തന്നെ ഒരു പുരുഷനെ കിടത്ത്. എന്തിനാ ഗാന്ധിജി പിടിക്കുന്നത്? എന്തിനാ? ഗാന്ധിജി നല്ല അന്തസ്സായിട്ട് ഡ്രസ്സ് ഉണ്ട്. അദ്ദേഹത്തിന്റെ അന്നത്തെ ഡ്രസ്സ് എന്താണ്? അദ്ദേഹം തയ്ച്ചിട്ടിരിക്കുന്ന ഡ്രസ്സാണ്. തുണിയില്ലാതെ ഒരെണ്ണത്തിൽ പോലും ഗാന്ധിജി കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടോ?
ഞാൻ കണ്ടിട്ടില്ല. അദ്ദേഹം മാന്യമായിട്ട് അദ്ദേഹത്തിന് ഇടാൻ പറ്റുന്ന ഡ്രസ്സും അതേപോലെ പുതച്ച് നടക്കുന്ന ഒരു ഗാന്ധിജിയാണ് എന്റെ മനസ്സിലുള്ളത്. അദ്ദേഹത്തെ ഞാൻ കുറ്റം പറയുന്നേ ഇല്ലല്ലോ. ഞാൻ അലങ്കാരായിട്ട് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അതവര് ഇതിന് പറഞ്ഞ ആ സെൻസിൽ പറഞ്ഞു. അല്ല, ഗാന്ധിജിയുടെ വസ്ത്രധാരണത്തെക്കുറിച്ച് പറയാനായിട്ട് ആർക്കും ഒരു യോഗ്യതയില്ല. ഗാന്ധിജി മുഴുവനേ അല്ലല്ലോ നടക്കുന്നത്. ഗാന്ധിജി നല്ല വൃത്തിയായിട്ട് പിന്നെ എന്താണ് മുണ്ടുമെടുത്ത് അദ്ദേഹം സ്വന്തമായിട്ട് നെയ്യുന്ന വസ്ത്രം ധരിച്ചാണ്, മേൽവസ്ത്രവും ധരിച്ചാണ് നടക്കുന്നത്. എന്നാൽ പണ്ട് കാലത്തൊക്കെ, എൻ്റെ മുത്തശ്ശൻ്റെ കാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ പുരുഷന്മാർ ഒരു തോർത്ത് മാത്രമേ ഉടുക്കുള്ളായിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ. അല്ലാതെ ഇപ്പോഴത്തെ കണക്ക് ഷർട്ടും ഇട്ട് അങ്ങനെ അല്ല നടന്നിരുന്നത്. പഴയ സിനിമകളൊക്കെ എടുത്ത് കാണുകയാണെങ്കിൽ, പഴയ മലയാളം സിനിമ തന്നെ എടുത്ത് കാണുകയാണെങ്കിൽ നിങ്ങൾക്കത് ബോധ്യപ്പെടുന്ന ഒരു കാര്യമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാര്യത്തെക്കുറിച്ചിട്ട് നിങ്ങൾ സംസാരിക്കേണ്ട. ഗാന്ധിജിയെ കമ്പയർ ചെയ്യാനുള്ള ആ ഒരു ധൈര്യമൊക്കെ ഈ ഇന്ത്യയിലായോണ്ടല്ലേ നടക്കുന്നത്. വേറെ എവിടെയെങ്കിലും ആണെങ്കിൽ നടക്കുമോ രാഷ്ട്രപിതാവിനെ കമ്പയർ ചെയ്ത് സംസാരിക്കാൻ? എന്തൊരു തലച്ചോറാണോ നിങ്ങളുടെയൊക്കെ. മാത്രമേ ഉള്ളൂ. പിന്നെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, രാഹുലിന് ഒരുപാട് നന്നായി സംസാരിക്കാൻ അറിയാം. എനിക്ക് ഇതുപോലെയുള്ള ആധികാരികമായ കാര്യങ്ങൾ സംസാരിക്കാൻ അറിയില്ല. പക്ഷേ നിങ്ങൾ ചോദിക്കുന്ന ഓരോ ചോദ്യവും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ മെൻസ് കമ്മീഷൻ ഉണ്ടാക്കുന്നത് തന്നെ. നിങ്ങളാണ് കൂടെ നിൽക്കേണ്ടത്. നിങ്ങളെല്ലാവരും ചേർന്ന് നിന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. കാരണം എത്ര പ്രശ്നങ്ങൾ ഇപ്പൊ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ അനുകൂലിക്കുന്ന എത്ര പേരുണ്ട്? നിങ്ങളെ എത്ര സ്ത്രീകൾ അനുകൂലിക്കുന്നുണ്ട്? സ്ത്രീകൾക്ക് എത്ര പേരുണ്ട്? ഞങ്ങൾക്ക് എത്ര പേര് ഞങ്ങളുടെ പുറകിൽ താങ്ങാനുണ്ട്? നിങ്ങൾക്ക് ആരുമില്ല. എല്ലായിടത്തും കിടന്ന് അങ്ങനെയല്ല പ്രിയങ്ക പറയുന്നതിൽ തെറ്റുണ്ട്. കാരണം നിങ്ങൾ സ്ത്രീകളെ, നിങ്ങൾ പറഞ്ഞില്ലേ പുരുഷന്മാരെ താങ്ങാൻ ആരുമില്ല, നിങ്ങൾക്ക് ആരുമില്ല, ഞങ്ങൾ സ്ത്രീകൾക്ക് എല്ലാവരും ഉണ്ട്, ഞങ്ങളെ സ്ത്രീകൾക്ക് ഒരു പ്രശ്നം വന്നാൽ അതിൽ ഇടപെടാൻ എല്ലാവരും ഉണ്ട് എന്ന് പറയുന്നത്. ഇല്ല പ്രിയങ്ക, അത് നിങ്ങളുടെ വെറും തോന്നൽ മാത്രമാണ്. അങ്ങനെ ഒരു പ്രശ്നവും വന്നു കഴിഞ്ഞാൽ ഇടപെടാൻ നമ്മളെ പോലുള്ള സാധാരണക്കാരായ സ്ത്രീകൾക്ക് ഒരു പ്രശ്നവും വന്നു കഴിഞ്ഞാൽ ഇടപെടാനായിട്ട് ഒറ്റ മനുഷ്യർ പോലും ഇല്ല. അതേസമയം നിങ്ങളെപ്പോലുള്ള സെലിബ്രിറ്റികൾക്ക് എന്തെങ്കിലും ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ നിങ്ങളൊരു ഫോൺ കോൾ മാത്രം മതി, അവിടെ എത്തും എല്ലാവരും. നിങ്ങൾ പറയുന്നതിനൊപ്പം നിൽക്കും, പറയുന്ന ശരവേഗത്തിൽ കാര്യങ്ങൾ നിങ്ങൾക്ക് നടക്കും എന്ന് കരുതിയിട്ട് നമ്മൾ സ്ത്രീകൾക്ക്, സാധാരണക്കാരായ സ്ത്രീകൾക്ക് ഒന്നും നടക്കില്ല, ആരും മൈൻഡ് ചെയ്യില്ല. അതിനാണ് ഒരു സിനിമയിൽ പറഞ്ഞ ഒരു ഡയലോഗ് ഉണ്ടല്ലോ, ഒരു പട്ടി പോലും തിരിഞ്ഞു നോക്കരുത് എന്ന് പറഞ്ഞ ആ ഒരു ഡയലോഗ് ഉണ്ടല്ലോ അരുന്ധതിയിൽ. അതാണ് എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത്. ആരും ഉണ്ടാവില്ല. പിന്നീട് ഒരു കാര്യമെന്ന് വെച്ചാൽ, പറയേണ്ടതെന്ന് വെച്ചാൽ എന്താണ്, അങ്ങനെ സ്ത്രീകൾക്ക് ഒരു വിഷയം വന്നാൽ അപ്പം തന്നെ തിരിഞ്ഞു നോക്കാൻ ആളുണ്ടായിരുന്നുവെങ്കിൽ ഇപ്പോൾ ഈ ചെന്താമര എന്ന് പറയുന്ന ആ ഒരു സൈക്കോ കില്ലർ ചെയ്ത ആ ഒരു കൊലപാതകം ഇപ്പോൾ ഉണ്ടാവില്ലായിരുന്നു. ഓൾറെഡി ഒരു ഫാമിലിയിൽ ഒരു അമ്മയെ കൊന്നതിൻ്റെ ആ ഒരു ഇതിൽ അയാൾ 4-5 വർഷം, 5-6 വർഷം ജയിലിൽ കിടന്നിട്ട് പരോളിന് വന്നൊരു വ്യക്തിയാണ് അയാൾ. അപ്പോൾ അയാളുടെ ഭാഗത്ത് നിന്നും വീണ്ടും കൊലപാതക ഭീഷണി ഉണ്ടായപ്പോൾ ആ കുട്ടി 19 വയസ്സുള്ള മോള് ചെന്നിട്ട് പരാതി കൊടുത്തതാണ് പോലീസ് സ്റ്റേഷനിൽ. ആ കുഞ്ഞിൻ്റെ ആ ഒരു പെൺകുഞ്ഞിൻ്റെ ആ ഒരു പരാതിയിൽ എന്തെങ്കിലും തരത്തിലുള്ള നടപടി ഉണ്ടാകുമായിരുന്നുവെങ്കിൽ അതിൻ്റെ അച്ഛനെയും അച്ഛമ്മയെയും നഷ്ടപ്പെടില്ലായിരുന്നു. അപ്പോൾ എന്താ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? പെൺകുട്ടികൾ, സാധാരണക്കാരായ സ്ത്രീകൾക്ക് ഒരു സഹായവും ആരും ചെയ്യില്ല. നിങ്ങളെപ്പോലുള്ള സെലിബ്രിറ്റികൾക്ക് നിങ്ങൾ എവിടെയെങ്കിലും ഇരുന്ന് കറക്കി കുത്തി ഒരു ഫോൺ കോൾ മതി, നിങ്ങളുടെ കാര്യങ്ങളെല്ലാം നന്നായിട്ട് നടക്കും. നിങ്ങളുടെ താരസംഘടന തന്നെയുണ്ട്, അവിടെയും നിങ്ങൾക്ക് വേണ്ടുന്ന നിങ്ങൾക്ക് വേണ്ടുന്ന പ്രൊട്ടക്ഷൻ അവരിൽ നിന്നും കിട്ടും, നിയമത്തിൽ നിന്നും കിട്ടും. നിങ്ങൾക്ക് ഒരുപാട് രാഷ്ട്രീയക്കാരൊക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനുണ്ടാവും നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ. പക്ഷേ സാധാരണക്കാരായ നമ്മളെപ്പോലുള്ള മനുഷ്യർക്ക് ഒരു കോപ്പും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് നടക്കുന്ന ക്രൈമുകൾ അത്രയും നിങ്ങൾ കാണുന്നില്ലേ, നിങ്ങളൊന്നും അറിയുന്നില്ല. എത്രയോ സ്ത്രീകളാണ് ഓരോ ദിവസവും കൊല ചെയ്യപ്പെടുന്നത്. അതെന്തുകൊണ്ടാണ്? അവരൊക്കെ ചിലപ്പോൾ എന്തെങ്കിലും വിഷമമുള്ളപ്പോൾ അവരാരോടെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടാവും, പരാതിപ്പെട്ടിട്ടുണ്ടാവും, പോലീസ് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടാവും. പക്ഷെ അവർക്ക് വേണ്ടി സംസാരിക്കാനോ ഒന്നും ആരും ഉണ്ടാവില്ല. അതുകൊണ്ടായിരിക്കും ഇപ്പോൾ ഈ പറയും പോലെ അവരവസാനം മരണത്തിന്, കൊലപാതകത്തിന്, കൊലക്കത്തിക്ക് ഇരയാകേണ്ടി വരുന്നത്. എന്താ ഈ പറയുന്നത്? പുരുഷനെ മാത്രം കാണിക്കുക, സ്ത്രീ അങ്ങ് മാറ്റി ചെയ്യരുത്. സ്ത്രീയുടെ മുഖം ധരിച്ച് കാണിക്കണം, അതാ വേണ്ടത്. അപ്പൊ അല്ലെങ്കിൽ രണ്ടുപേരും കാണിക്കരുത്. കേസ് തീരുന്നവരെ നിങ്ങളെ കാണിക്കരുത്. ആണുങ്ങളെ എന്തിനു കാണിക്കണം?
ഒരിക്കലും കാണിക്കാൻ പാടില്ല. നിങ്ങളിപ്പം തിരിച്ചു ചോദിക്കേണ്ട കാര്യമേ ഇല്ല. കാരണം മെൻസ് കമ്മീഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, നിങ്ങളെല്ലാവർക്കും വേണ്ടിയിട്ടാണ്. മാധ്യമങ്ങൾ നിങ്ങളെല്ലാം ചെയ്യുന്നുണ്ടാവും, പക്ഷെ ഒരു കേസ് തന്നെ ഒരു നിമിഷം മതി. അല്ലേ? ശരിയല്ലേ? അപ്പൊ അതിനെ നിങ്ങൾക്ക് പറയാൻ ഓടി വന്ന് അതത്രയേ ഉള്ളൂ. ഒരു കേസ് വരുന്നതിന് ഒരുപാട് സമയമൊന്നും വേണ്ട, ഒരു നിമിഷം മതി. കള്ളക്കേസ് കൊടുക്കാനായാലും ഒരുപാട് സമയമൊന്നും വേണ്ട, ഒരു നിമിഷം മതി. കള്ളത്തെളിവുകൾ ഉണ്ടാക്കാനും അധികം സമയമൊന്നും വേണ്ട, അതൊക്കെ ഒരൊറ്റ നിമിഷം മതി തെളിവുകൾ ഉണ്ടാക്കാൻ. പക്ഷെ ഒരുപാട് പിടിപാടും പൈസയൊക്കെ കയ്യിലുള്ള ആളുകളാണെങ്കിൽ അവരെ ജയിക്കത്തുള്ളൂ. അങ്ങനെയുണ്ട് കാര്യങ്ങൾ. പിന്നെ എന്ന് വെച്ചാൽ പുരുഷന്മാരുടെ ആ ഒരു ഇതിന് വേണ്ടിയിട്ട് നിങ്ങളിങ്ങനെ മുറവിളി കൂട്ടുന്ന നമ്മുടെ പ്രിയങ്കയോട് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഞാനൊരു പുരുഷ വിരോധിയാണെന്നൊന്നും ആരും പറഞ്ഞു കളയല്. എനിക്കൊരു പുരുഷ വിരോധവും ഇല്ല. എനിക്ക് ഭർത്താവ്, മക്കൾ, കുട്ടികൾ എല്ലാവരും ഉള്ളൊരു സ്ത്രീയാണ്. എൻ്റെ ഫാമിലി, എനിക്ക് സഹോദരനും ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഒരിക്കലും ഒരു പുരുഷ വിരോധിയൊന്നും അല്ല. അതല്ലെന്ന് നിങ്ങൾക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ലൈവിലോ വീഡിയോയിലോ ഒക്കെ വന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ പുരുഷ വിരോധി അല്ല എന്നുള്ളൊരു കാര്യം. പിന്നെ എന്ന് കരുതിയിട്ട് ഈ പുരുഷന്മാർക്ക് സപ്പോർട്ട് കൊടുക്കണ്ട എന്നിവിടെ ആരും പറയുന്നില്ല. പക്ഷേ പുരുഷ കമ്മീഷനെ ഞാനിപ്പോൾ എതിർക്കുകയാണ്. കാരണം എന്ന് വെച്ചാൽ വർദ്ധിച്ചു വരുന്ന കൊലപാതകങ്ങളും പീഡനങ്ങളും ഒക്കെ തന്നെയാണ് അതിന് കാരണം. അതിനെ, അതായത് ഇപ്പോൾ വനിതാ കമ്മീഷനെ പോലും മിസ്യൂസ് ചെയ്യാനായിട്ട് കുറേ പെണ്ണുങ്ങളുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ പുരുഷന്മാരും ഈ പറയുന്ന പുരുഷ കമ്മീഷനെ ദുരുപയോഗപ്പെടുത്തില്ലെന്ന് എന്താ ഉറപ്പ്? അതുകൊണ്ടാണ് നമ്മൾ അതിനെ എതിർക്കുന്നത്, അല്ലാതെ മറ്റൊന്നും ഉണ്ടായിട്ടല്ല. ഇനി നമുക്ക് പ്രിയങ്ക ചേച്ചി പറയുന്ന ബാക്കി കേൾക്കാം. അതിനെ നിങ്ങൾക്ക് പറയാൻ ഓടി വന്ന് സംസാരിക്കാൻ ഒരു സ്ഥലം ഉണ്ടാക്കി തന്നെയാണ്, ഒരു വേദി. അത് നിങ്ങൾ ഒരിക്കലും നിങ്ങളെല്ലാവരും ശക്തമായ പിന്തുണ തന്നെ വേണം. ഗാന്ധിജിയുടെ പാലഭിഷേകം ചെയ്യാന്ന് പറഞ്ഞാൽ ദൈവങ്ങൾക്ക് പാലഭിഷേകം ചെയ്യുന്നുണ്ട്. നമ്മൾ കള്ളകല്ലോ ഒഴിക്കാൻ പോകുന്നത് പാലല്ലേ? എന്തിനാ അതിനെ ധിക്കരിക്കാൻ നിൽക്കുന്നത്? നമ്മൾ ഇഷ്ടപ്പെടുന്ന വിജയ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടം. പാലാണ് കൊണ്ടുവന്നിരിക്കുന്നത്, അത് ഒഴിച്ചെന്ന് വെച്ചാൽ എന്തിനാ അതിനെ കുറ്റം പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ആ സെൻസ് എന്താന്ന് എനിക്കറിയില്ല. അതെന്ത് തോന്നിയാ സാ? പോലീസിന് വേറെ പോലീസിന് തടയാനും, അതെ, പോലീസിന് തടയാനും അല്ലാതെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഇതിപ്പോ എന്താ അത്ര വലിയ കാര്യം എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. എന്റെ അറിവില്ലായ്മ കൊണ്ടാണെന്ന് അറിയില്ല. അത് ചെയ്തു എന്ന് വെച്ചാൽ തെറ്റായിട്ട് കാണുന്നില്ല. ദൈവത്തിന് തുല്യം ചെയ്യുന്ന പോലെ നമുക്കത് ഫീൽ ചെയ്യുന്നത്. ദൈവത്തിന് പാലാഭിഷേകം ചെയ്യാത്ത ഒരു അമ്പലങ്ങളും ഇല്ല. ഗാന്ധിജി അത്ര നന്നായി കാണുന്നതുകൊണ്ടാണ് നമ്മൾ അദ്ദേഹത്തിന് അങ്ങനെ ചെയ്യാന്ന് ഇവർ തീരുമാനിച്ചിട്ടുണ്ടാവുക. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് മാഡം ഇപ്പൊ പറഞ്ഞല്ലോ, ഒരു ശംഖുമുഖത്ത് ഒരു പ്രതിമ വസ്ത്രമില്ലാതെ കിടക്കുന്നതിൽ എന്തായാലും മാഡത്തിന് അതൊരു അധിക്ഷേപമായിട്ട് തോന്നി. നമ്മുടെ മാധ്യമ പ്രവർത്തകരാണ് ഇത് മുഴുവൻ റീച്ചിലെത്തിക്കുന്നത്. അപ്പൊ ആദ്യം എനിക്ക് റിക്വസ്റ്റ് ചെയ്യാനുള്ളത് നിങ്ങളോട് തന്നെയാണ്. നിങ്ങൾ തന്നെയാണ് ഇവരുടെ കൂടെ ഏറ്റവും കൂടുതൽ ശക്തമായിട്ട് നിൽക്കേണ്ടത്. അത് നിൽക്കുക തന്നെ ചെയ്യുക. വേറെ ഒരു എന്താ പറയാ, ഇതിന് എതിരായിട്ട് പോകുന്ന ആൾക്കാരെ എല്ലാവരെയും സംഘടിപ്പിച്ച് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇത്. ഞങ്ങൾക്ക് വനിതാ കമ്മീഷൻ ആദ്യം ഇത് ലേഡീസ് സംഘടന കുറേ ഉണ്ട്, പക്ഷേ നിങ്ങൾക്ക് ഇല്ല. അത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ വേണം ഇവരുടെ കൂടെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യാന്നുള്ള ഒറ്റ അഭിപ്രായം എനിക്കുണ്ട്. നിങ്ങൾ അത് ശരിയാണ്. നമുക്ക് പറയുമ്പോൾ നമുക്ക് വനിതാ കമ്മീഷനും ചപ്പും ചിപ്പും ചവറും ഒക്കെ ഉണ്ട്. പക്ഷേ എന്ത് ചെയ്യാം, ഇതിനൊക്കെ കാശുള്ളവർക്കും സമൂഹത്തിൽ എന്തെങ്കിലും വലിയ രീതിയിൽ ഫേമസ് ആയിട്ടുള്ള നിങ്ങളെപ്പോലുള്ള സെലിബ്രിറ്റിക്ക് മാത്രമേ ഉപയോഗമുള്ളൂ. നമ്മളെപ്പോലുള്ള സാധാരണക്കാരുടെ കാര്യം വരുമ്പോൾ കൈമലർത്തി കാണിക്കും, അത്രയേ ഉള്ളൂ. നമ്മളെപ്പോലുള്ള സാധാരണക്കാർ എന്താണ്, ഒരു പഞ്ചായത്തിൽ ചെന്നാൽ പോലും നമുക്കൊരു വില ഉണ്ടാവില്ല. അവിടെ ഒരു പുഴുത്ത പെട്ടിക്ക് അതിനേക്കാളും വില ഉണ്ടാവും. അത്ര വില പോലും നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് ഉണ്ടാവില്ല പലയിടത്തും. അതൊന്ന് മനസ്സിലാക്കൂ. പിന്നെ പാലഭിഷേകത്തിൻ്റെ കാര്യം, പാലഭിഷേകം ചെയ്യുന്നതിലൊന്നും എന്താ തെറ്റ്? നമ്മൾ ക്ഷേത്രങ്ങളിൽ മാത്രമല്ല ഈ പാലഭിഷേകം ചെയ്യുന്നത്. തമിഴ്നാട്ടിലൊക്കെ സിനിമാ നടികൾക്കും നടന്മാരെയൊക്കെ ഇവർ ദൈവത്തിന് തുല്യം കണ്ടിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. ഖുശ്ബുവിന് ക്ഷേത്രം പണിഞ്ഞു, അതുപോലെ MGRന് ക്ഷേത്രം പണിഞ്ഞു എന്നൊക്കെ കേട്ടിട്ടുണ്ട് നമ്മൾ. അപ്പോൾ പിന്നെ ഒരാൾക്ക് പാലഭിഷേകം ചെയ്യുന്നതിൽ എന്താണ് കുഴപ്പം? എന്താണ് കുഴപ്പം? എനിക്ക് മനസ്സിലാവുന്നില്ല. നമ്മൾ ഉറിയടി എന്ന് പറയുന്നൊരു സംഭവമുണ്ട് ഉത്സവത്തിൻ്റെ സമയത്ത്, അതുപോലെ എന്താണ് ഓണത്തിൻ്റെ സമയത്തൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഉറിയട്? ഈ ഉറിയടി നടക്കുന്ന സമയത്ത് വെള്ളം കോരി അവരുടെ ദേഹത്ത് മൊത്തം ഉറിയിലടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പരമാവധി ശ്രമിക്കാറുണ്ട്.
അത് വെള്ളം കോരി ആ സ്ഥലം മുഴുവനും അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് ആ ഒരു റോഡ് അല്ലെങ്കിൽ കൂടുതൽ റോഡ് പോലുള്ള സ്ഥലത്തായിരിക്കും ഇത് ചെയ്യുന്ന അപ്പോഴത്തേക്ക് ഇത് കാണാനായിട്ട് ഒരുപാട് ആളുകളുണ്ട്. അടുത്തിരിക്കുന്ന ആളുകളുടെ ദേഹത്തൊക്കെ വെള്ളമൊക്കെ തെറിക്കുകയും എല്ലാം ചെയ്യും. അതുമാത്രമല്ല ആ ഒരു സ്ഥലം മുഴുവനും വെള്ളം കൊണ്ട് കളമായിരിക്കും, ചെളിയും ഒക്കെ ആയിട്ട്. അപ്പോൾ അതിലൊന്നും ഒരു പ്രശ്നമില്ലല്ലോ. ഒരിത്തിരി പാലും കൊണ്ടുവന്ന് അഭിഷേകം ചെയ്യുന്നതിൽ എന്താണ് പ്രശ്നമെന്ന് വെച്ചാൽ എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തെങ്കിലും വ്യക്തിപരമായിട്ടുള്ള പ്രശ്നമായിരിക്കും, അല്ലാതെ അറിയില്ല. എനിക്കതേക്കുറിച്ചൊന്നും ആധികാരികമായിട്ട് പറയാനൊന്നും നമ്മൾ ആളല്ല. ഒരു മണി പാലഭിഷേകം ചെയ്യുന്നതിൽ ഒരു തിരക്കേടുമില്ല. നമ്മൾ ഇപ്പോൾ എന്താണ് വേൾക്കാവടിയിലേക്ക് ആ ഒരു ഇത് വരുന്ന സമയത്ത്, ഘോഷയാത്ര വരുന്ന സമയത്ത് ഈ പറയുന്ന പോലെ റോഡ് സൈഡിൽ നിന്ന് ഈ മുരുകന്മാരുടെ ശരീരത്തിലേക്ക് വരുന്ന ആണ്ടവൻ്റെ ശരീരത്തിലേക്ക് പനിനീരൊഴിക്കാറുണ്ട്, പാദങ്ങളിലും ദേഹത്തും പനിനീരൊഴിക്കാറുണ്ട്, അതുപോലെ വെള്ളം ഒഴിക്കാറുണ്ട്, അങ്ങനെ പലതും ഒഴിച്ചു കൊടുക്കാറുണ്ട്. അതിലൊക്കെ എന്താ തെറ്റ്? ഒരാളുടെ ഇതിനകത്ത് ഒരിത്തിരി കട്ടൗട്ടറിലാണെന്ന് തോന്നുന്നു, ഒരിത്തിരി പാല് കൊണ്ടുവന്ന് ഒഴിക്കുന്നതിൽ എന്താണ് തടസ്സമെന്ന് വെച്ചാൽ അറിയില്ല കേട്ടോ. എന്ത് പ്രശ്നമില്ല, പുരുഷന്മാരുടെ കൂടെ ഞാനുണ്ട്. നിങ്ങൾ ഏത് കാര്യത്തിന് വിളിച്ചാലും എത്ര തല്ലിട്ടിട്ടാലും ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കും എന്നുള്ളത് ഞാൻ പ്രഖ്യാപിക്കുകയാണ് ഈ സമയത്ത്. ഓക്കെ, അപ്പൊ എന്തായാലും ഉണ്ടാവണം, കൂടെ നിങ്ങൾ എല്ലാവരും ഉണ്ടാവണം. ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ്. ഈ റിക്വസ്റ്റും കൂടെ എടുത്ത് നിങ്ങളൊരു പോൾ അല്ല, എനിക്ക് പ്രിയങ്ക മാഡത്തോട് പറയാനുള്ള ഒരേ ഒരു കാര്യമാണ്, പുരുഷന്മാരുടെ കൂടെ ഞാനുണ്ട്. എന്ത് സംഭവിച്ചാലും എപ്പോൾ സംഭവിച്ചാലും എങ്ങനെ സംഭവിച്ചാലും എന്ന് പറഞ്ഞതുണ്ടല്ലോ. ഒരു സ്ത്രീക്ക് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ, അവൾക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവൾ നിങ്ങളെ ഒരു ഹെൽപ്പിന് വേണ്ടിയിട്ട് സമീപിച്ചാൽ നിങ്ങൾ ഒരു സഹായവും ചെയ്ത് കൊടുക്കില്ലേ? നിങ്ങൾ പുരുഷന്മാർക്ക് മാത്രമേ സഹായം ചെയ്തു കൊടുക്കുള്ളൂ. ഒരു സ്ത്രീ വന്നു കഴിഞ്ഞാൽ അവരെ കൂടി സഹായിക്കണ്ടേ? ശരിക്കും പറഞ്ഞാൽ നമ്മൾ സഹായിക്കേണ്ടത് പുരുഷനെയോ സ്ത്രീയെയോ അല്ല, മനുഷ്യനെയാണ് സഹായിക്കേണ്ടത്. വരുന്ന മനുഷ്യൻ ആരായാലും അവരുടെ ഭാഗത്ത് ശരിയുണ്ടെങ്കിൽ ആ ഒരു ശരിയെയാണ് നമ്മൾ സഹായിക്കേണ്ടത്. പുരുഷനെയോ സ്ത്രീയെയോ അങ്ങനെ പ്രത്യേകിച്ച് തരംതിരിച്ചല്ല നമ്മൾ ഹെൽപ്പ് ചെയ്യേണ്ടത്. വരുന്നത് മനുഷ്യനാണെങ്കിൽ നമ്മൾ അവരുടെ ആ ഒരു മനസ്സിനെ, അവരുടെ ക്യാരക്ടറിനെ, അവർ ഫേസ് ചെയ്യുന്ന ആ പ്രശ്നത്തെയാണ് നമ്മൾ ഹെൽപ്പ് ചെയ്യേണ്ടത്. അങ്ങനെയാണ് എനിക്ക് പറയാനുള്ളത്. പിന്നീട് മനുഷ്യനെ എന്നല്ല, മൃഗങ്ങളെ ആണെങ്കിൽ പോലും നമ്മൾ ഹെൽപ്പ് ചെയ്യണമെന്ന് പറയുന്ന ഒരാളാണ് ഞാൻ. നിങ്ങളുടെ മീഡിയയിൽ അത് മാത്രം, മീഡിയക്കാർ ഡെമോക്രാറ്റിക് ആണല്ലോ, നിങ്ങളുടെ മീഡിയയിൽ നിങ്ങളൊരു പോൾ കൊടുക്കണം. ഏതെങ്കിലും ഒരു പോളിലെങ്കിലും 85% കുറവ് ഞങ്ങൾക്ക് സപ്പോർട്ട് ഉണ്ടെങ്കിൽ അത് അറിയിക്കുകയും കൂടെ വേണം. ഏതെങ്കിലും ഒരു പോളിൽ, അതായത് 1-2 മാധ്യമങ്ങൾ, മുഖ്യധാരാ മാധ്യമങ്ങളടക്കം പുരുഷ കമ്മീഷൻ വേണോ എന്നുള്ളതാണ് കേട്ടോ. രാഹുൽ സപ്പോർട്ട് ചെയ്യുന്നില്ല. പുരുഷ കമ്മീഷൻ വേണോ വേണ്ടയോ എന്നുള്ള പോളിൽ 85% താഴെ ഏതെങ്കിലും ഒരു പോളിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ അറിയിക്കണം. ഇന്നലെ 2-3 പ്രമുഖ മാധ്യമങ്ങൾ നടത്തി 85-90% സപ്പോർട്ടാണുള്ളത്. ആ ജനാധിപത്യ ബഹുമാനം ഞങ്ങൾ ഉന്നയിക്കുന്ന വാദത്തോട് കാണിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് പ്രിയങ്ക മാഡത്തോടും എല്ലാവർക്കും സപ്പോർട്ട് ചെയ്തു. അല്ലാതെ പുരുഷ കമ്മീഷനോട് നമ്മൾ എതിർക്കുന്നത് വേറൊന്നും കൊണ്ടല്ല. എനിക്ക് പുരുഷ കമ്മീഷൻ വേണമെന്ന് ചോദിച്ചാൽ വേണ്ടാന്ന് ഞാൻ പറയൂ. കാരണം വേറൊന്നും കൊണ്ടല്ല, ഇപ്പം ഈ വർദ്ധിച്ച് വരുന്ന ഈ പുരുഷന്മാരുടെ വിളയാട്ടം, പൂണ്ടു വിളയാട്ടം കൊണ്ട് മാത്രമാണ്, അല്ലാതെ വേറൊന്നും കൊണ്ടല്ല. നല്ല ആളുകളുണ്ട്, അതൊക്കെ ശരിയാണ്. നല്ല ആളുകളുണ്ട്, നല്ല സഹോദരങ്ങളുണ്ട്, നല്ല സ്വഭാവത്തിൽ ജീവിക്കുന്ന ഒരുപാട് പുരുഷന്മാരുണ്ട്, ഇല്ലെന്നൊന്നും പറയുന്നില്ല. പക്ഷേ അതിൻ്റെ 100 ഇരട്ടിയായി വരികയാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം കുറ്റവാളികൾ. പെരുകിക്കൊണ്ടിരിക്കുകയാണ്. ആണുങ്ങൾ മാത്രമല്ല, പെണ്ണുങ്ങളും നല്ല രീതിയിൽ പെരുകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു കമ്മീഷൻ്റെ ആവശ്യമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളുടെ അഭിപ്രായം ഈ വീഡിയോ കണ്ടതിന് ശേഷം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്തേക്കണം. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം. ബെല്ലൈക്കൻ അമർത്താൻ പ്രത്യേകിച്ച് മറക്കരുത്. ഇനി നല്ലൊരു അടിപൊളി വീഡിയോയുമായിട്ട് വരാം. അതുവരെ എൻ്റെ എല്ലാ സഹോദരങ്ങൾക്കും നന്ദി, നമസ്തേ.